തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം ഇന്ന് തിരുവനന്തപുരത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണും. മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റും. സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് മേഘയുടെ കുടുംബത്തിന്റെ ആരോപണം. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചിട്ട് ഇത്രയും ദിവസമായി, ഇപ്പോഴും സുഗാന്തിനെ പറ്റി യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. സുഗാന്ത് ഒളിവിലാണെന്ന് പറയുന്നു. കുടുംബം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നേരിട്ട് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, കഴിഞ്ഞ 23-നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീടുള്ള പോലീസ് നടപടി, അതിൽ കുടുംബത്തിന് പരാതിയുണ്ട്. വലിയ ആരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ശക്തമായ നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് സുഗാന്ത് ഒളിവിൽ പോകുന്നതിന് ഇടയാക്കിയതെന്നാണ്. അത് ഏറെക്കുറെ ഈ ജീവനക്കാരും സഹപ്രവർത്തകരും അടക്കമുള്ളവർ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. മേഘയുടെ മരണം വിവരം അറിഞ്ഞതിന് പിന്നാലെ സുഗാന്ത് കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. സുഗാന്ത് അവിടെ വലിയ നിലവിളി ആകുകയും അല്ലെങ്കിൽ കണ്ണീരോടെ ഇരിക്കുകയും ചെയ്തു. സഹപ്രവർത്തകർ തന്നെ മലപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. പക്ഷെ അവിടെ നിന്ന് അയാൾ മുങ്ങുകയാണ് ചെയ്തത്. അതായത് തന്ത്രപരമായി സുഗാന്ത് സ്ഥലം വിടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നാടകം അവിടെ സൃഷ്ടിച്ചു എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. സുഗാന്തിനെ തേടി പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം മലപ്പുറത്തെ എടപ്പാള് വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ബന്ധുക്കളുടെ എല്ലാം തന്നെ, അടുത്ത ബന്ധുക്കളുടെ എല്ലാം തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സുഗാന്തിന്റെ ഫോണിലും കോള് കിട്ടാത്ത സാഹചര്യമുണ്ട്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ കുടുംബം സാമ്പത്തികമായി പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയും അത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമുണ്ട്. തുടർച്ചയായി പെൺകുട്ടിയുടെ ശമ്പളമായി വന്ന തുക എല്ലാം തന്നെ സുഗാന്ത് കൈക്കലാക്കിയിരുന്നു എന്ന കാര്യമാണ്. ഇരുവരും ഒരുമിച്ചുള്ള യാത്രകൾ പലതവണ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹം ചെയ്യാമെന്ന ഉറപ്പ് നൽകി പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതെല്ലാം തന്നെ പെൺകുട്ടിയെ മാനസികമായി തകർത്തു. ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം തന്നെ ഒന്നിലധികം തവണ സുഗാന്തിന്റെ ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ സെക്കൻഡുകൾ മാത്രം അവശേഷിച്ച് അവസാനിക്കുകയായിരുന്നു ആ കോളുകൾ. അത് സുഗാന്താണോ ഫോൺ കോളുകൾ കട്ട് ചെയ്തതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ട്രെയിൻ തട്ടുന്ന സമയത്ത് പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ പൂർണ്ണമായും തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് പ്രധാനമായും പോലീസിന് മുന്നിലുള്ള ഇനിയുള്ള നടപടിക്രമം. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ IB ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് ഉണ്ടാകും. ഇയാളുടെ അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് IBക്ക് പോലീസ് കത്ത് കൈമാറിയിട്ടുമുണ്ട്. ഇന്ന് മേഘയുടെ രക്ഷിതാക്കൾ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേട്ട പോലീസ് അന്വേഷണ സംഘവുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദമായ റിപ്പോർട്ടുണ്ട്, അത് കൈപ്പറ്റേണ്ടതുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ വലിയ ആരോപണം ഉയരുന്നുണ്ട്. കാരണം IBയിലെ ഉദ്യോഗസ്ഥനുമാണ്. ഈ ഉദ്യോഗസ്ഥന് സ്ഥലം വിടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ശക്തമാകുന്നത്. ശ്രീജ, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.